ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നാടൻ രുചിക്കൂട്ടുകളുമായി വേറിട്ടൊരു ഭക്ഷണമേള. നാവിൽ കൊതിയൂറുന്ന പഴയകാല വിഭവങ്ങൾ മേളയിലൂടെ ഒരുക്കിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ഗതകാല സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ചേമ്പിൻ പുഴുക്ക്, കാന്താരി ചമ്മന്തി തുടങ്ങി ഒരു തലമുറ മനസ്സിലാവാഹിച്ച വിഭവങ്ങളുടെ കാഴ്ചകൾക്ക് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. നിർധനരായവർക്കുള്ള ചികിത്സാ സഹായം സർക്കാർ വഹിക്കുന്ന സംവിധാനമായി മാറ്റണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ക്യാൻസർ, കിഡ്നി രോഗികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുക എന്ന ആവശ്യവുമായി സ്പർശം സഹന സമരം. ഏക സിവിൽ കോഡ് ഭാരതത്തിന്റെ അടിത്തറയും അന്തസ്സും തകർക്കുമെന്ന് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി. കേരളത്തിലെ ഭൂരഹിതർക്ക് മണ്ണ് ലഭിക്കും വരെ സമരം നടത്തുമെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഭൂസമര സമിതി. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്ന ആവശ്യവുമായി കലക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. നിർധനരായവർക്കുള്ള ചികിത്സാ സഹായം സർക്കാർ വഹിക്കുന്ന സംവിധാനമായി മാറ്റണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ക്യാൻസർ, കിഡ്നി രോഗികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുക, രോഗങ്ങളുടെ വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സ്പർശം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സഹന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാൾക്കുനാൾ കിഡ്നി രോഗവും ക്യാൻസർ രോഗവും വർദ്ധിക്കുമ്പോൾ അധികാരികൾ മൌനത്തിലാണ്. ഒരു ജനത തുടർച്ചയായി ഇത്തരം വിപത്തിലകപ്പെടുമ്പോൾ ഇവിടെ പഠനങ്ങളില്ല, പരിഹാരങ്ങളില്ല, ആർക്കും പ്രശ്നവുമില്ല. നിർധനരായ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായങ്ങൾ പോലും യഥാസമയം ലഭിക്കുന്നില്ല. ഇവ മുൻനിർത്തിയാണ് സ്പർശം ഡിസ്ട്രിക്ട് കോർഡിനേഷൻ ഓഫ് ചാരിറ്റി ആക്ടിവിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ സഹന സമരം നടന്നത്. ക്യാൻസർ, കിഡ്നി രോഗികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുക, ഇവരുടെ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, ഇത്തരം രോഗങ്ങളുടെ വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങളും സഹന സമരത്തിൽ ഉയർന്നു. പ്രമുഖ സാഹിത്യകാരൻ UK കുമാരനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. നിർധനരായവർക്കുള്ള ചികിത്സാ സഹായം സർക്കാർ വഹിക്കുന്ന സംവിധാനമായി മാറ്റണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അടുത്തായി ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും മുദ്രാവാക്യം ഇത്തരം ദുരിതമനുഭവിക്കുന്ന നിർധനരായ രോഗികളുടെ എല്ലാ ചെലവും സർക്കാർ മേഖല തന്നെ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്ത വളരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. ചടങ്ങിൽ V രതീഷ്, AM വേലായുധൻ, അബ്ദുൽ ലത്തീഫ്, K സജിത് കുമാർ, KP സലീം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചെറിയാൻ തൊട്ടുങ്ങൽ, സജന വേങ്ങേരി, CP അനിൽകുമാർ, ബാലൻ കാട്ടുങ്ങൽ, JC ജോർജ്, TT അബ്ദുൽ നാസർ, P സഹദേവൻ, KP സാഹിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹുസ്വരതയും വൈവിധ്യവും ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിന്റെ അടിത്തറയും അന്തസ്സും തകർക്കുന്നതാണ് ഏക സിവിൽ കോഡെന്ന് സമസ്ത. മൌലികമായ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കരുതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുത്തലാഖ് അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് വേവലാതിയെങ്കിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാണിക്കുന്നത് മുത്തലാഖ് ചൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ മുത്തലാഖ് നിരോധനമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാര്യയായ യശോദയെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് മതിയായിരുന്നു നരേന്ദ്രമോദി മുസ്ലിം സ്ത്രീകളുടെ ആവശ്യം പറയാൻ. ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവർ വ്യത്യസ്ത വിഭാഗങ്ങളും സ്വന്തമായ താൽപര്യമുള്ളവരുമാണെന്ന് സമസ്ത. വൈവിധ്യ സംസ്കാരമുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഒരു കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാൻ സാധിക്കുകയെന്നും ഭാരവാഹികൾ ചോദിച്ചു. മുത്തലാഖിന്റെ പേരിൽ ശരീഅത്തിനെ അപഹസിക്കുന്നവർ വസ്തുതകൾ ഗ്രഹിക്കാതെയാണ് ഇടപെടുന്നത്. ശരീഅത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തെ എന്തുവില കൊടുത്തും സമസ്ത ചെറുക്കും. രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്തുന്നതിനായി സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 കോഴിക്കോട് മുതലക്കുളത്ത് ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടക്കും. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ മൌലാന മുഹമ്മദ് ഇബ്രീസ് ബാസ്തഫി ലക്നൌ ഉദ്ഘാടനം ചെയ്യുമെന്നും നാസർ ഫൈസി കൂടത്തായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഭൂസമര സമിതി കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി ദേശീയ സെക്രട്ടറി PC ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, ഭൂരഹിതർക്ക് ഉടൻ ഭൂമി വിതരണം ചെയ്യുക, കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഭൂസമര സമിതി കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഭൂമിയാണ് തങ്ങൾക്ക് വേണ്ടത്, ഫ്ളാറ്റല്ല എന്ന മുദ്രാവാക്യവുമായാണ് സമരക്കാർ കലക്ടറേറ്റിലേക്ക് എത്തിയത്. പാർട്ടി ദേശീയ സെക്രട്ടറി PC ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അവസാന ഭൂരഹിതനും സ്വന്തമായി മണ്ണ് ലഭിക്കും വരെ ഈ സമരം തുടരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിലും അതിൽ വ്യത്യാസമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ, TK മാധവൻ, സുബൈദ കക്കോടി, ശശീന്ദ്രൻ ബപ്പങ്ങാട്, AP വേലായുധൻ, മുസ്തഫ പാലാഴി തുടങ്ങിയവർ സംസാരിച്ചു. എരഞ്ഞിപ്പാലത്ത് നിന്നും തുടങ്ങിയ മാർച്ചിന് PC മുഹമ്മദ് കുട്ടി, സണ്ണി ജോസഫ് തിരുവമ്പാടി, U മധുസൂദനൻ നായർ, MA ഖയ്യൂം തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിപ്പൂർ വിമാനത്താവളത്തെ ഇല്ലാതാക്കി സ്വകാര്യ വിമാന കമ്പനികളെ സഹായിക്കാനാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നതെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിസംബർ 5-ന് പാർലമെന്റ് മാർച്ച് നടത്തും. കരിപ്പൂരിലെ കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുൻപുണ്ടായിരുന്ന സ്റ്റാറ്റസ് പുനഃസ്ഥാപിച്ച് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനഃസ്ഥാപിക്കുക, ഹജ്ജ് സർവീസ് കരിപ്പൂരിലേക്ക് തിരികെ കൊണ്ടുവരിക, സീസണുകളിൽ ഗൾഫ് സെക്ടറുകളിലേക്ക് ഈടാക്കി വരുന്ന അമിതമായ വിമാനക്കൂലി അവസാനിപ്പിച്ച് ഇൻഡോ ഗൾഫ് സെക്ടറുകളിൽ ഏകീകരിച്ച വ്യോമയാന നയം നടപ്പിലാക്കുക തുടങ്ങിയ 3 ആവശ്യങ്ങളാണ് പാർലമെന്റ് മാർച്ചിൽ ഉന്നയിക്കുന്നത്. ഡിസംബർ 5-ന് ഡൽഹിയിലെ കേരള ഹൌസിന് മുന്നിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ചിൽ മലബാറിൽ നിന്നും അറേബ്യൻ ഗൾഫ് നാടുകളിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. മാർച്ചിനോടനുബന്ധിച്ച് ഡിസംബർ 4 വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ സേവ് കരിപ്പൂർ ഗ്ലോബൽ പ്രവാസി കൺവെൻഷൻ നടക്കും. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പ്രവാസി നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു. 6 സ്കൂളുകളിലായി 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുക. കോഴിക്കോട് സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഡെപ്യൂട്ടി മേയർ മീര ദർശക് ആയിരുന്നു. സമൂഹത്തിന്റെ അവരെ ഏത് തരം കഴിവുകളാണോ ആ കഴിവുകളെയെല്ലാം തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നാം ഇത്തരത്തിലുള്ള കലാമേളകൾ നടത്തുന്നത്. നഗരത്തിലെ 6 സ്കൂളുകളിലായാണ് മത്സരങ്ങൾ നടക്കുക. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെ 12 വേദികളിലായി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ആദ്യ ദിവസം 19 വേദികളിലായി LP, UP, HS, HSS വിഭാഗത്തിൽ ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസം, അറബി സാഹിത്യോത്സവം, സംസ്കൃതോത്സവം തുടങ്ങിയവ നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ AO KS കുസുമം, പ്രിൻസിപ്പൽ ഫാദർ KT ദേവസ്യ SJ, കൌൺസിലർമാരായ ജയശ്രീ കീർത്തി, PM നിയാസ്, CP ശ്രീകല, സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് ആനിക്കുഴി SJ, സിസ്റ്റർ നിതീഷ AC, സാബു N ജോസ്, CK വിനോദൻ, സിസ്റ്റർ ഡോളി ജോസഫ് AC, ഷാജി ക്രൈഫ്, കുമാരി ലിയ അഷ്കർ, ജോസഫ് ജോർജ് തുടങ്ങിയവരും സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബിക്കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. When the eyes are settled, don't settle for anything else.
I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മലബാറിന്റെ ഭക്ഷണ പെരുമയിലേക്കൊരു എത്തിനോട്ടം. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പഴയകാലത്തെ നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുത്തി ഭക്ഷണമേള ഒരുക്കിയത്. സ്കൂളിൽ നടന്ന പരിപാടി റവറന്റ് സാജു ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ആവി പറക്കുന്ന കപ്പ, എരിവേറിയ കാന്താരി ചമ്മന്തി, ഒപ്പം മുളകരച്ച ചേമ്പിൻ പുഴുക്ക്, കൂടെ മലബാർ സ്പെഷ്യൽ അപ്പങ്ങളും. ഇങ്ങനെ വിഭവസമൃദ്ധമാണ് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഭക്ഷണമേള. പുതിയ തലമുറ മറന്ന വൈവിധ്യമാർന്ന നാടൻ വിഭവങ്ങളാണ് മേളയുടെ മുഖ്യ ആകർഷണം. വട്ടയപ്പം, അരിയുണ്ട, കേസരി, ഉന്നക്കായ തുടങ്ങി രുചിയേറിയ വിഭവങ്ങളുടെ കലവറ ഒരുക്കിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. NSSന്റെ ആഭിമുഖ്യത്തിൽ 19 സ്കൂളുകളിൽ നിന്നായെത്തിയ വിദ്യാർത്ഥികളാണ് പഴയകാല ഭക്ഷണ രീതികളെ പരിചയപ്പെടുത്തിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് സാജു ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ റീന KP, പ്രിൻസിപ്പൽ സിസിലി ജോൺ, ഫൈസൽ MK, സ്മിത ജയരാജ്, വത്സല ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മാറിവരുന്ന ആഹാരരീതിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ വത്സല ദേവി ക്ലാസുകൾ നയിച്ചു. ജീവിത സാഹചര്യങ്ങളുടെ പരിമിതികൾക്കു നടുവിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കൊതിക്കുകയാണ് ഇവർ. ലോക ഭിന്നശേഷി ദിനത്തിൽ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന് ഇറങ്ങുകയാണ് വീൽചെയർ അംഗപരിമിതർ. ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 കേരളത്തിലെ വീൽചെയർ അംഗപരിമിതർ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലെയും കളക്ടറേറ്റുകളിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും വീൽചെയർ റാലിയും തുടർന്ന് ആവശ്യങ്ങളടങ്ങിയ നിവേദന സമർപ്പണവും നടത്തും. ജീവിതത്തിൽ അംഗവൈകല്യം സംഭവിച്ച് വീൽചെയറുകളിൽ ഒതുക്കപ്പെട്ടവർ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചു തീരണമെന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകണം. സഹതാപവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന ധാരണ തീർത്തും മാറണം. വീൽചെയർ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഡിസംബർ 3 സംസ്ഥാനമൊട്ടാകെ ഈ വിപുലമായ പരിപാടി സംഘടിപ്പിക്കാൻ കാരണമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പാലോട്ട് താഴത്തുനിന്നും ആരംഭിക്കുന്ന വീൽചെയർ റാലിയിൽ 150ഓളം ആളുകൾ പങ്കെടുക്കും. റാലി MK രാഘവൻ MP ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലി കളക്ടറേറ്റിൽ സമാപിക്കും. സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും റിയാസ് MP, മുഹമ്മദ് അലി മുക്കം തുടങ്ങിയവർ പറഞ്ഞു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾ സ്കിറ്റ് മത്സരം നടത്തി. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കൈ ഉയർത്താം HIV പ്രതിരോധത്തിനായി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് കോളേജ് വിദ്യാർത്ഥികൾ സ്കിറ്റ് മത്സരം നടത്തി. ഫോക്കസ് മാളിൽ വെച്ച് നടന്ന സ്കിറ്റ് മത്സരത്തിൽ റെഡ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഫറൂഖ്, ഗ്ലോബൽ കോളേജ് കാലിക്കറ്റ്, JDT കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്തി കോളേജ്, വനിത ITI മാളിക്കടവ്, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ ജില്ലയിലെ വിവിധ കോളേജുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്നുവരുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികളുടെ സമാപന പൊതുസമ്മേളനം ഡിസംബർ 1 വൈകിട്ട് 5:30 എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു കൈ ഉയർത്താം HIV പ്രതിരോധത്തിനായി എന്ന സന്ദേശത്തോടെ ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ ഡിസംബർ 1 നടക്കും. ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുകയാണ്. HIV അണുബാധ മാനവരാശിക്ക് കടുത്ത ഭീഷണിയായി നിൽക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. കൈ ഉയർത്താം HIV പ്രതിരോധത്തിനായി എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിനാചരണ സന്ദേശം. ജില്ലയിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ്. ബോധവൽക്കരണ പരിപാടികളുടെ സമാപന പൊതുസമ്മേളനം ഡിസംബർ 1 വൈകിട്ട് എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മാനാഞ്ചിറ മൈതാനം മുതൽ ടാഗോർ സെന്റിനറി ഹാൾ വരെ നടക്കുന്ന ബോധവൽക്കരണ റാലി അസിസ്റ്റന്റ് കമ്മീഷണർ KK മൊയ്തീൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ടാഗോർ ഹാളിൽ മന്ത്രി TP രാമകൃഷ്ണൻ ദീപം തെളിയിക്കും. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. സമാപന പരിപാടിയിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ബാബു പറശ്ശേരി, പ്രദീപ് കുമാർ MLA എന്നിവർ പങ്കെടുക്കുമെന്നും DMO RL സരിത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന മനുഷ്യാവകാശ കൂട്ടായ്മ. നിലമ്പൂർ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മ നടത്തിയ യോഗത്തിൽ ഇതിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനമായി. യോഗത്തിൽ സാബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം, NCHRO, RMP, വെൽഫെയർ പാർട്ടി, SDPI എന്നീ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനമായി.
ഇതിനായി എ വാസു ചെയർമാനും തുഷാർ നിർമ്മൽ സാരഥി ജനറൽ കൺവീനറുമായി 31-അംഗ കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഡിസംബർ 9-ന് സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട് നടത്താനാണ് തീരുമാനം. ജുഡീഷ്യൽ അന്വേഷണം, CBI അന്വേഷണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം, നിലവിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങിയ അഭിപ്രായങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഡിസംബർ 3-4 തീയതികളിൽ സംഭവസ്ഥലമായ നിലമ്പൂരിൽ വസ്തുതാന്വേഷണം നടത്താനെത്തുന്ന ദേശീയ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഏകോപന സമിതിയായ CDROയുമായി സഹകരിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചു. യോഗത്തിൽ സാബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. എ വാസു, തുഷാർ നിർമ്മൽ സാരഥി, KS ഹരിഹരൻ, മുസ്തഫ പാലാഴി, നസറുദ്ദീൻ എളമരം, CK അബ്ദുൽ അസീസ്, PJ മാനുവൽ, അംബിക, സാദിഖ് കുളിയിൽ, വിനോദ് രാമന്തളി, വർഗീസ് വയനാട്, നസീറ എന്നിവർ സംസാരിച്ചു. മുന്നറിയിപ്പില്ലാതെ കറൻസികൾ പിൻവലിച്ച മോദി സർക്കാരിന്റെ നടപടി സമസ്ത മേഖലകളെയും നിശ്ചലമാക്കിയെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ. ഇതിനെതിരെ 24 മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നോട്ട് നിരോധനം കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതുമൂലം മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു ദുരിതം ഇന്ത്യൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി തിരുത്തണമെന്നും നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന് ഫലപ്രദമായ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടത്തുന്നത്. മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നതുവരെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾ എറണാകുളം റിസർവ് ബാങ്കിന് മുന്നിൽ ഡിസംബർ 4-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം 5 മണി വരെ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസംബർ 5-ന് ജില്ലയിൽ മേഖലാടിസ്ഥാനത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികളായ എ വാസു, പി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് സുവർണയുടെ നേതൃത്വത്തിൽ വുമൺ ആൻഡ് എന്റർപ്രൈസ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭക രംഗത്തെ നൂതന ആശയങ്ങൾ കൈമാറിയ ശില്പശാലയിൽ കരാ വീവ്സ് കോ ഫൌണ്ടർ ഇന്ദു മേനോൻ മുഖ്യ അതിഥിയായി. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് സുവർണയാണ് വിമൺ ആൻഡ് എന്റർപ്രൈസ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സംരംഭക രംഗത്തെ നൂതന അറിവുകളും ആശയങ്ങളും കൈമാറ്റം ചെയ്താണ് ശില്പശാല അരങ്ങേറിയത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കരാ വീവ്സ് കോ ഫൌണ്ടർ ഇന്ദു മേനോൻ മുഖ്യാതിഥിയായി. സംരംഭത്തിന്റെ ഗുണമേന്മകളും മികച്ച കേരള ഉൽപ്പന്നങ്ങളും ഇന്ദുമേനോൻ ചടങ്ങിൽ പരിചയപ്പെടുത്തി. സുവർണ പ്രസിഡന്റ് ഊർമിള ശ്രീനിവാസൻ അധ്യക്ഷനായി. ചടങ്ങിനോടനുബന്ധിച്ച് സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ സീത ടീച്ചറെ ആദരിച്ചു. എന്നെ സന്തോഷിക്കുന്നതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏതൊക്കെ ഞാൻ ചെറുതാമ്പളേ ഉള്ളതാണ്. പക്ഷെ ഹസ്ബൻഡ് ബിസിനസ്സൊക്കെ പൊളിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ അതിൽ നിന്ന് വിട്ടത്. പിന്നെ അങ്ങനെ തുന്നല് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി. ഇപ്പൊ വയസ്സായിട്ടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും. തുടർന്ന് സ്ത്രീ സംരംഭങ്ങൾ എന്ന വിഷയത്തിൽ ശില്പശാല അരങ്ങേറി. വിധു ബാല, ഭുവനേശ്വരി തുടങ്ങിയവർ നേതൃത്വം നൽകിയ ശില്പശാലയിൽ ഉഷാ ഹരിദാസ്, മിനി ജയശങ്കർ, രജത, ശോഭന ഗോപാലകൃഷ്ണൻ, ഹേമ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്കും സംരംഭക മേഖലയിൽ വിജയം നേടാമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ശില്പശാല സമാപിച്ചത്. സാമൂഹിക ജീവിതത്തിന്റെ ശക്തമായ അടിത്തറ കെട്ടാൻ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് മുഹമ്മദ് നബി സാമൂഹിക പാഠങ്ങൾ ജില്ലാ ഹദീസ് സെമിനാർ ആവശ്യപ്പെട്ടു. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൌലവി പുതുപ്പറമ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബന്ധങ്ങൾക്കും കടപ്പാടുകൾക്കും വിലയില്ലാതാകുന്ന ആധുനിക ലോകത്ത് മനുഷ്യസ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ മുസ്ലിം സമൂഹം പ്രതിജ്ഞാബദ്ധരാണെന്നും സാമൂഹിക ജീവിതത്തിന്റെ ശക്തമായ അടിത്തറ കെട്ടാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്നും വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഇത്തിഹാദു ഷുബാനിൽ മുജാഹിദീൻ ജില്ലാ കമ്മിറ്റി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മുഹമ്മദ് നബി സാമൂഹിക പാഠങ്ങൾ ജില്ലാ ഹദീസ് സെമിനാർ ആവശ്യപ്പെട്ടു. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൌലവി പുതുപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനവാസങ്ങളിലേക്ക് കാറ്റ് കിടക്കാത്ത വിധം, റൂമിലേക്ക് കാറ്റ് കിടക്കാത്ത വിധം ഫ്ലാറ്റ് കെട്ടരുത് എന്ന് ലോകത്ത് പഠിപ്പിച്ച മഹാപ്രവാചകൻ. മുജാഹിദ് ദൗവ സമിതി ജില്ലാ ചെയർമാൻ പി ഉമ്മർ അത്തോളി അധ്യക്ഷത വഹിച്ചു. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സജ്ജാദ്, VT മുഹമ്മദ് ബഷീർ, ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൾ റഷീദ്, വി അസ്ഹർ, MSM ജില്ലാ സെക്രട്ടറി CK ജസീൽ മദനി, അബ്ദുറഹ്മാൻ അൻസാരി,
ISM സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി, ഷിഹാബ് അടക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാതി തകർന്ന ഒറ്റമുറി കുടിലിൽ ദയനീയാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അമ്പിളിയും 3 മക്കളും ഇന്ന് സന്തോഷത്തിന്റെ വക്കിലാണ്. ഒരു വീട് എന്നത് സ്വപ്നമായിരുന്ന ഇവർക്ക് അത് യാഥാർത്ഥ്യമാകുന്നതിന്റെ കാത്തിരിപ്പിലാണ് പുതിയാപ്പ പടിഞ്ഞാറ് ഭാഗത്ത് താഴത്തെ പീടികയിൽ താഴത്ത് അമ്പിളിയും കുടുംബവും. സൂര്യനുദിക്കും മുമ്പേ അമ്പിളിയും മക്കളും ഉണരും. ഇരുട്ടിന്റെ മറവിൽ പ്രഭാത കൃത്യങ്ങളും അവർ നടത്തും. വെള്ളം പോലും കുടിക്കാതെ പകലുകൾ തള്ളി നീക്കും. പേടിച്ചിട്ടാണ്. കാരണം പകൽ വെളിച്ചത്തിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലുമുള്ള സൌകര്യമില്ലായിരുന്നു ഇവർക്ക്. പുതിയാപ്പയിലെ പെട്രോൾ പമ്പിന് പടിഞ്ഞാറ് ഭാഗത്ത് താഴത്തെ പീടികയിൽ താഴത്ത് അമ്പിളിയും 3 മക്കളുമാണ് പാതി തകർന്ന ഒറ്റമുറിക്കുടിൽ കഴിഞ്ഞിരുന്നത്. കടലിനോട് ചേർന്ന് 2.5 സെന്റ് ഭൂമിയിൽ കഷ്ടിച്ച് 2 ആൾക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളും ചാക്കുകളും ഉപയോഗിച്ച് മേഞ്ഞ കുടിലായിരുന്നു ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത്. കുടിലിന്റെ ഒരു വശത്ത് തുണിയും പുസ്തകങ്ങളും അരിച്ചാക്കുകളും പാത്രങ്ങളും. ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉറങ്ങുന്നതിനും തുണി മാറുന്നതിനും പഠിക്കുന്നതിനും എല്ലാം ഈ ഒറ്റമുറിയിൽ തന്നെ. രാവിലെ 8 മുതൽ രാത്രി 8 വരെ നഗരത്തിലെ കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന 240 രൂപയാണ് ഈ കുടുംബത്തിന്റെ ആകെ വരുമാനം. മക്കളായ ശില്പയും ശ്രീലക്ഷ്മിയും അമർനാഥും വിദ്യാർത്ഥികളാണ്. ഒരാൾക്കു മാത്രം കിടന്നുറങ്ങാൻ സാധിക്കുന്ന സ്ഥലത്ത് വളരെ സാഹസികപ്പെട്ടാണ് ഈ 4 ജീവനുകൾ ആ കുടിലിൽ കഴിഞ്ഞിരുന്നത്. ഈ ദുരവസ്ഥ കണ്ടറിഞ്ഞ് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെയും സേവാഭാരതിയുടെയും ആഭിമുഖ്യത്തിൽ ഈ 2.5 സെന്റ് സ്ഥലത്ത് ഇവർക്കായുള്ള സ്വപ്നഗൃഹം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകരുടെ ശ്രമഫലമായി 650 സ്ക്വയർ ഫീറ്റിൽ 8 ലക്ഷം രൂപ ചിലവിലാണ് ഇവർ ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇത് 2ാമത്തെ ഗൃഹനിർമ്മാണമാണ് സേവാഭാരതി നടത്തുന്നത്. 2016 ജനുവരിയിൽ ശ്രീധരൻ രജിത ദമ്പതികൾക്കാണ് ഇവർ വീട് വെച്ച് നൽകിയത്. 2016 ജനുവരിയിൽ അമ്പിളിക്കും കുടുംബത്തിനുമായുള്ള ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാനാണ് ഇവരുടെ തീരുമാനം. മൂത്ത മകളുടെ വിദ്യാഭ്യാസ ചിലവും സേവാഭാരതി ഏറ്റെടുത്തു നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സ്വപ്നഗൃഹം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് അമ്പിളി ഇന്ന്. കോംട്രസ്റ്റിനെ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ടെ സാഹിത്യ നായകരും കലാകാരന്മാരും ഒത്തുചേരുന്നു. കോഴിക്കോടിന്റെ മുഖമായ കോംട്രസ്റ്റ് കെട്ടിടം തുടച്ചുമാറ്റുന്നതിനെതിരെ ഡിസംബർ 1 കോംട്രസ്റ്റ് പരിസരത്ത് നാട്ടുമരച്ചോട്ടിൽ സാംസ്കാരിക സദസ്സ് നടത്തും. എല്ലാ നിയമങ്ങളെയും മറികടന്ന് ഭൂമാഫിയയും മാനേജ്മെന്റും കോംട്രസ്റ്റ് മുറിച്ചുവിറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് കോംട്രസ്റ്റിന്റെ സമ്പൂർണ്ണ നാശമാണ്. ഇത് അനുവദിക്കരുത് എന്നും കോംട്രസ്റ്റിനെ ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുമരച്ചോട്ടിൽ എന്ന സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1 കോംട്രസ്റ്റ് പരിസരത്താണ് സംഗമം നടക്കുക. സാംസ്കാരിക സദസ്സും കലാകാരന്മാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും ഉണ്ടാകും. MT വാസുദേവൻ നായർ, UA ഖാദർ, ഡോക്ടർ A അച്യുതൻ, KP രാമനുണ്ണി, കൽപ്പറ്റ നാരായണൻ, UK കുമാരൻ, സുഭാഷ് ചന്ദ്രൻ, PK ഗോപി, VR സുധീഷ്, KEN, ഡോക്ടർ PK പോക്കർ, പോൾ കല്ലാനോട് തുടങ്ങിയ പ്രമുഖരും മറ്റു കലാകാരന്മാരും സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം കുന്നമംഗലത്തേക്ക് മാറ്റുന്നതിനെതിരെ സംസ്ഥാന ഉപഭോക്തൃവേദി ഒപ്പുശേഖരണം നടത്തി. മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സംസ്ഥാന ഉപഭോക്തൃവേദി പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം കുന്നമംഗലത്തേക്ക് മാറ്റുന്നതിനെതിരെ സംസ്ഥാന ഉപഭോക്തൃവേദിയുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നിലവിൽ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം തുടരുന്ന കൺസ്യൂമർ ഫോറം കുന്നമംഗലത്തേക്ക് മാറ്റുന്നതോടെ ഉപഭോക്താക്കൾക്ക് വളരെയധികം ദൂരം യാത്ര ചെയ്ത് കേസ് നടത്തേണ്ടിവരും. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരെ ഏറെ ദുരിതത്തിലാക്കിയാണ് ഈ നീക്കം. ഈ നീക്കത്തിനെതിരെ ഒപ്പുശേഖരണം നടത്തിയാണ് ഉപഭോക്തൃവേദി പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. വക്കീലന്മാർ വേണമെന്ന് തോന്നുന്നവർക്ക് വക്കീലിനെ വെക്കേണ്ടി വരുമ്പോൾ അമിത ഫീസ് നൽകേണ്ടി വരുമെന്ന അവസ്ഥയും കൺസ്യൂമർ ഫോറം മാറ്റുന്നതിലൂടെ ഉടലെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 എതിരായ നടപടിയാണ് ഇതെന്ന് സംസ്ഥാന ഉപഭോക്തൃവേദി പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട് ആരോപിച്ചു. ഒപ്പുശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ഫോറം സ്ഥാപിക്കണമെന്ന നിയമത്തിന് വിരുദ്ധമായ നടപടി കൂടിയാണ് നിലവിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൺസ്യൂമർ ഫോറം മാറ്റാനുള്ള നടപടിക്കെതിരെ ഐക്യദാർഢ്യവുമായി നിരവധി ഉപഭോക്താക്കളാണ് ഒപ്പുശേഖരണ യജ്ഞത്തിൽ പങ്കാളികളായത്. വരും ദിവസങ്ങളിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. IMA സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ വിജി പ്രദീപ് കുമാറിന് കോഴിക്കോട് പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം അർപ്പിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ആരോഗ്യമേഖലയിൽ ജനകീയ ഇടപെടൽ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. IMA സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ VG പ്രദീപ് കുമാറിന് കോഴിക്കോട് പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യമേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ജനകീയ ഇടപെടലിലൂടെ ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കവും നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. VG പ്രദീപ് കുമാർ കഴിവുള്ള വ്യക്തിത്വമാണെന്നും ആരോഗ്യമേഖലയ്ക്ക് IMA നൽകുന്ന പിന്തുണ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. പ്രദീപ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. MK മുനീർ MLA, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, KC അബു, TV ബാലൻ, PT ആസാദ്, അഡ്വക്കേറ്റ് തോമസ് മാത്യു, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, CP ഹമീർ, PV നിതീഷ്, ആഷിഖ് പറയിൽ, AP അബ്ദുൾ ഗഫൂർ, M ഷാഹുൽ ഹമീദ്, ഡോക്ടർ അജിത എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഷെരീഫ് സ്വാഗതവും T സുജൻ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കും കൌമാരപ്രായക്കാർക്കുമുള്ള ആയുർവേദ കേന്ദ്രത്തിൽ എല്ലാ വികസനവും സാധ്യമാക്കുമെന്ന് മന്ത്രി കെ ശൈലജ. തലക്കുളത്തൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ച പഞ്ചകർമ്മ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾക്കും കൌമാരപ്രായക്കാർക്കുമുള്ള ആയുർവേദ കേന്ദ്രത്തിൽ എല്ലാ വികസനവും സാധ്യമാക്കുമെന്ന് മന്ത്രി കെ ശൈലജ. ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായ തലക്കുളത്തൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ച പഞ്ചകർമ്മ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറ്റുന്നതിന് ആയുഷ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കും. പഞ്ചകർമ്മ യൂണിറ്റിന് മുൻ ആരോഗ്യമന്ത്രി AC ഷൺമുഖദാസിന്റെ നാമധേയം ചെയ്യും. ആയുർവേദ മരുന്നിന് ക്ഷാമമുള്ളതിനാൽ മരുന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആയുഷ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് വർഷാവർഷം പെർമിഷൻ എടുക്കുന്നതിന് പകരം സ്ഥിരം സംവിധാനം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി MK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൊട്ടടുത്ത NH ബൈപ്പാസ് റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനും ഗേറ്റ് സ്ഥാപിക്കുന്നതിനും ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടികളുടെയും കൌമാരക്കാരുടെയും സമഗ്ര ചികിത്സയ്ക്കായി ആയുർവേദിക് ചൈൽഡ് ആൻഡ് അഡോളസന്റ് കെയർ സെന്റർ എന്ന സ്ഥാപനമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പഠന പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന സ്പന്ദനം പ്രൊജക്ടിന്റെ മെയിൽ സെന്ററായി ആയുർവേദിക് ചൈൽഡ് ആൻഡ് അഡോളസന്റ് കെയർ സെന്റർ പ്രഖ്യാപിക്കപ്പെട്ടു. പ്രസ്തുത പ്രൊജക്ടിന്റെ സഹായത്തോടുകൂടി ആയുർവേദ ചികിത്സയ്ക്കൊപ്പം അനുബന്ധ തെറാപ്പികളായ ഒക്യുപേഷണൽ ഫിസിയോതെറാപ്പി, സൈക്കോളജി, സ്പീച്ച് തെറാപ്പി, ലേണിംഗ് അസസ്മെന്റ് ആൻഡ് റെമഡിയൽ ട്രെയിനിംഗ്, ക്ലിനിക്കൽ യോഗ എന്നിവയും നൽകി വരുന്നു. കുട്ടികൾക്കും കൌമാരക്കാർക്കും ഈ രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക ആയുർവേദ കേന്ദ്രമാണിത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടങ്കോട്ട്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OP ശോഭന, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രകാശൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാനത്തിൽ ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് പുന്നക്കൽ, ജനപ്രതിനിധികളായ ET മനോഹരൻ, U പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി T പാർത്ഥസാരഥി, ഡോക്ടർ പാറുക്കുട്ടി അമ്മ, ജില്ലാ ആയുർവേദ സൂപ്രണ്ട് PV ശ്രീദേവി, M രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സ്വാഗതവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർധനരായവർക്കുള്ള ചികിത്സാ സഹായം സർക്കാർ വഹിക്കുന്ന സംവിധാനമായി മാറ്റണമെന്ന് സാഹിത്യകാരൻ UK കുമാരൻ. ക്യാൻസർ, കിഡ്നി രോഗികളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുക എന്ന ആവശ്യവുമായി സ്പർശം സഹന സമരം. ഏക സിവിൽ കോഡ് ഭാരതത്തിന്റെ അടിത്തറയും അന്തസ്സും തകർക്കുമെന്ന് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി. കേരളത്തിലെ ഭൂരഹിതർക്ക് മണ്ണ് ലഭിക്കും വരെ സമരം നടത്തുമെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഭൂസമര സമിതി. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കുക എന്ന ആവശ്യവുമായി കലക്ടറേറ്റ് മാർച്ച്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.